പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ലൂക്കോസ് സുവിശേഷം 19 അധ്യായം 5 വാക്യം. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ തല ഉയർത്തി നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവൻ പറഞ്ഞു. മരത്തിലെ ചില്ലകൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന സക്കായിയെ കർത്താവ് വിളിക്കുകയാണ്. ഈ കാലഘട്ടത്തിലും കർത്താവ് അനേകരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. 3 തരം വിളിയെ നമുക്ക് തിരുവചനത്തിൽ കാണാം. ഒന്ന്, ദൈവമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കർത്താവ് വിളിക്കുകയാണ്. അതിരാവിലെ പ്രാർത്ഥിക്കാതെ പുതപ്പിനടിയിൽ ഒളിച്ചിരിക്കുന്നവരെ, വചനം വായിക്കാതെ ഫേസ്ബുക്കും മറ്റ് ഇൻ്റർനെറ്റിലും ഒളിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വേല ചെയ്യാതെ താൽക്കാലിക സുഖഭോഗങ്ങളിൽ ഒളിച്ചിരിക്കുന്നവരെ, ആലയത്തിലേക്ക് പോകാതെ ജോലി സമ്പാദ്യം എന്നതിൽ ഒളിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മറിയയെപ്പോലെ ദൈവത്തിൻ്റെ കാൽക്കൽ ഇരിക്കുവാൻ കർത്താവ് വിളിക്കുന്നു. 2, ദൈവത്തിൻ്റെ വേല ചെയ്യാൻ കർത്താവ് വിളിക്കുന്നു. യോനയെപ്പോലെ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറ്റാതെ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഒളിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിലും കർത്താവ് വിളിക്കുകയാണ്. തങ്ങളുടെ സ്വയത്വം വിട്ടുകൊടുക്കാതെ ഇന്നും താൽക്കാലിക സുഖഭോഗങ്ങളിൽ ഒളിച്ചിരിക്കുന്ന അനേകർ നമ്മുടെ ഇടയിലുമുണ്ട്. ദൈവത്തിനു വേണ്ടി ശക്തമായി വേല ചെയ്യുവാൻ കർത്താവ് വിളിക്കുകയാണ്. 3, കർത്താവിന് വേണ്ടി ധൈര്യമായി ജീവിക്കുവാൻ കർത്താവ് വിളിക്കുകയാണ്. ഇസബേലിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ ഭയന്ന് ചൂരച്ചെടിയുടെ തണലിലും ഗുഹയിലും ഒളിച്ചിരിക്കുന്ന ഏലിയാവിനെ ദൈവം വിളിക്കുന്നു. ഇന്നും കർത്താവിൻ്റെ സാക്ഷിയായി ജീവിക്കാതെ ഒളിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭയത്തിൽ നിന്ന് പുറത്തു വരാൻ നാം തയ്യാറായാൽ ദൈവം നമ്മയും ഉപയോഗിച്ച് വൻ കാര്യങ്ങളെ ചെയ്യും. അതേ പ്രിയരെ, ദൈവത്തോട് ബന്ധം സ്ഥാപിക്കുവാൻ, ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ, ദൈവത്തിൻ്റെ സാക്ഷിയായി ധൈര്യമായി ജീവിക്കുവാൻ ഇന്നും കർത്താവ് അനേകരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സക്കായിയെ പോലെ കർത്താവ് വിളിച്ചാൽ ബന്ധപ്പെട്ട് ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലാൻ നാം തയ്യാറാണോ? ഗോഡ് ബ്ലെസ് യു.